വെൽക്കം ബാക്ക് ടു ജാനകി വ്ലോഗ്സ്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനും ഫാമിലിയൊക്കെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ലേറ്റായെന്ന് തോന്നുന്നു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ലുലു മോളിൽ പോയിട്ടുള്ള ഒരു വീഡിയോ, ഒരു ചെറിയൊരു വ്ലോഗായിട്ട് ഇടാമെന്ന് കരുതി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടില്ലെങ്കിൽ പോലും പോയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ റിപ്പീറ്റ് അടിച്ച് പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ പറയുന്നത് എന്നാലും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഈവനിങ് ആയപ്പോൾ പ്ലാൻ ചെയ്തിട്ട് വൈകിട്ട് ലുലു മോളിൽ പോവാം. അപ്പോൾ ഈദ് സമയത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ലുലു മോളിൽ ചെന്നപ്പോഴത്തേക്കും തന്നെ അതാണ്ട് ഈദ് സ്പെഷ്യൽ ആയതുകൊണ്ട് അതാണ്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോകുന്നതിന് പകരം ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് നോർമലി ഫുഡ് വാങ്ങിച്ചിട്ട് നേരെ മുകളിൽ ഫുഡ് കോർട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കഴിക്കാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കുറച്ചായിട്ട് വാങ്ങിച്ചാൽ മതി. ആവശ്യമില്ലാതെ ഒരുപാട് വാങ്ങിച്ച് പൈസ കളയുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഫുഡ് അടിച്ചു. ഞങ്ങൾ 4 പേർക്കല്ല, ഞങ്ങൾക്ക് 3 പേർക്ക് മന്തിയും ചേട്ടൻ വന്നിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ്റെ എന്തോ സംഭവമൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് ചീസ് ബോൾസും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. ഓൾമോസ്റ്റ് ഒരു 6 മണിക്ക് ഇരിക്കാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റത് 9 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അത്രയും നേരം വരെ അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങൾ 4 പേരും കൂടി ട്രൂത്ത് ഓർ ഡെയർ ആയിരുന്നു കളിച്ചത്. അടിപൊളി ഡെയർ ടാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തതുമില്ല. സാരമില്ല. എന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. അയ്യോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെയൊക്കെ ഞാനും അനിയത്തിയും ചേട്ടനും കൂടെയാണ് ചെന്നിട്ട് ഫോട്ടോ മാക്ക് കിട്ടി. അപ്പോൾ ഫോട്ടോ മാക്കൊക്കെ ഞങ്ങൾ 3 പേരും കൂടെ നിന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തത്. അതിനുശേഷം ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് വന്നു. സ്റ്റുഡിയോയിൽ വന്നിട്ട് 2-3 ഡ്രസ്സ് എടുക്കാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായതുകൊണ്ട് ചേട്ടൻ എൻ്റെ അടുത്ത് ഡ്രസ്സ് എടുക്കണ്ടെന്ന് പറയും. അപ്പോൾ പിന്നെ ചേട്ടൻ അങ്ങനെ എന്നാൽ പിന്നെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ചേട്ടന് വേണ്ടിയിട്ടൊരു ടീഷർട്ട് എടുത്തു. എപ്പോഴൊക്കെ സ്റ്റുഡിയോയിൽ വരുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ ടീഷർട്ട്സ് എടുക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കളറിലുള്ള ടീഷർട്ടും ഉണ്ടെങ്കിൽ പോലും ചേട്ടൻ ഏത് സമയത്ത് ഇടുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് പച്ച അല്ലെങ്കിൽ പിന്നെന്താ ഉള്ളത് ബ്രൗൺ, ഇത് മാത്രമേ മിക്ക സമയത്ത് ഇടാറുള്ളൂ. എല്ലാ കളറിലും ഞാൻ ഓരോ കളറായിട്ട് ഇട്ടിട്ട് വാങ്ങിച്ച് ഞാനാണിപ്പോൾ ഇടുന്നത് കൂടുതലും. അപ്പോൾ പിന്നെ തന്നെ നോക്കിയേ, ചേട്ടൻ ഏത് തിരക്കിൻ്റെ ഇടയിൽ നിന്നിരുന്നാൽ പോലും ചേട്ടനെ എടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഓറഞ്ച് കളർ ഷൂ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് സാൻഡിൽസ് നോക്കിയായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ നിന്ന് അനിയത്തിക്ക് വേണ്ടിയിട്ട് മാത്രം വാങ്ങിച്ചു. അതിന് ശേഷം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അതാണ്ട് ഇങ്ങനെ ഒരു ട്രീ കണ്ടു. അപ്പോൾ പിന്നെ അതിൽ നിന്നിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട്. അതെന്ത് സ്പോഞ്ചിലാണെന്ന് തോന്നുന്നു ചെയ്തേക്കുന്നത്. ഞാനും ചേട്ടനൊക്കെ ചെന്ന് അതിൻ്റെ വായിൽ കൈയൊക്കെ വെച്ച് നോക്കി എങ്ങനെയാണ് ഇത് അടയ്ക്കുമ്പോഴത്തേക്കും വേദനെടുക്കും അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു അതൊക്കെ നിൽക്കുന്നത്. പിന്നെ കുറച്ച് നേരം വേണ്ട ഇതേപോലെ ഇരുന്ന് കഥയും കിന്നാരമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അയവർത്തു. അതിനുശേഷം ഞങ്ങൾ തന്നെ ഇങ്ങനെ കറങ്ങി നിന്നിട്ട് ഊബർ ബുക്ക് ചെയ്തായിരുന്നു. ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ വീട്ടിൽ വരാനുള്ള പ്ലാൻ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 10-10 ആയെന്ന് തോന്നുന്നു. വീട്ടിലെത്തിയപ്പോൾ എന്തായാലും 11 മണി കഴിഞ്ഞായിരുന്നെന്ന് മാത്രമേ അറിയാമായിരുന്നു. അപ്പോൾ വേറെ പോകാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഊബറൊക്കെ വന്നു. ഞങ്ങളവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്കും നിങ്ങളും എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യാനും കാണാനും പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൾക്കാർക്കൊക്കെ ഇച്ചിരി ഒന്ന് എൻ്റെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. എന്നെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയ വീഡിയോസൊക്കെ അടുത്തടുത്തായിട്ട് വരുന്നുണ്ട്. കാരണമെന്ന് വെച്ചാൽ ഞാൻ മാത്രമേ വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും ഞാൻ മാത്രമേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ഒത്തിരി വൈകുന്നുണ്ട്. നേരത്തെ എടുത്ത വീഡിയോസൊക്കെയാണ് ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ, സീ യു.